കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബാത്റൂം സജ്ജീകരണം അടക്കം സജ്ജീകരിച്ച ബസ്സിൽ ശീതീകരിച്ച ബസ്സിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും യാത്ര ചെയ്ത ഒരു സംഭവമുണ്ട്. നിങ്ങൾ മറന്നിട്ടുണ്ടാവും ചിലപ്പം ഒരുപക്ഷെ. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന് ഞാൻ പറയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒന്നടങ്കം സഞ്ചരിക്കുമ്പോൾ വഴിയോരത്തൊക്കെ യൂത്ത് കോൺഗ്രസുകാരുടെ സമ്മാനമുണ്ടായിരുന്നു കരിങ്കൊടി. നട്ടലിന് പകരം വാഴപ്പിണ്ടി വെക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ പോലെയല്ല. യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ പയ്യന്നൂർ മുതൽ, കാസർഗോഡ് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ കരിങ്കൊടി ഒന്നും കാണിച്ചില്ല, അവർ വിട്ടേച്ചു. പയ്യന്നൂർ മുതൽ തിരുവനന്തപുരം വരെ കരിങ്കൊടി കാണിച്ചു, പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചു. ആ ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി ആരാണെന്നല്ലേ പറയാം. കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തെ ഭരിച്ചു മുച്ചൂടും മുടിക്കുന്ന ഒരാൾ, പേര് പിണറായി വിജയൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിൽ ഇന്ന് CPM അധികാരമുള്ള ഏക സംസ്ഥാനത്തിന്റെ ഭരണം നിലനിർത്തണം. അതിനുവേണ്ടി പുതിയ നമ്പറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരികയാണ്. എന്താണ് നമ്പർ എന്നല്ലേ? CM വിത്ത് മീ. പേര് കേട്ട ആരും പേടിക്കണ്ട. മുഖ്യമന്ത്രി എന്നോടൊപ്പം. പണ്ട് നായനാർ, EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം കേരളത്തിന്റെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ 14 ജില്ലകൾക്കകത്തും ജനസമ്പർക്ക പരിപാടി നടത്തി കേരളത്തിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പി അദ്ദേഹത്തിന് ലോകരാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ഭരണാധികാരിക്കുള്ള അവാർഡ് നേടിയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ കേട്ട് അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അവർക്കൊപ്പം നിന്ന് അതിന് പരിഹാരം കണ്ടെത്തി അവരുടെ സന്തോഷങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി. ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കോപ്പിയടിച്ച ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CM വിത്ത് മീ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുക്കലേക്ക് നിങ്ങൾക്കും എനിക്കും നടന്നു പോകാമായിരുന്നു. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് അദ്ദേഹത്തെ കൂടെ സെൽഫി എടുക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കലേക്ക് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് കടന്നു ചെല്ലാൻ കഴിയുമോ? കടന്നു ചെന്നാൽ കടക്ക് പുറത്ത് എന്നാണ് പറയുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എല്ലാ മേഖലയിലും ആളുകൾ വെറുത്തു തുടങ്ങിയ കേരളത്തിലെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ്. CM വിത്ത് മീ. മുഖ്യമന്ത്രിയെ വിളിച്ചാൽ 48 മണിക്കൂറിനകം തിരിച്ചു വിളിക്കും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നാണ്. ആദ്യം വിളിച്ചത് ആരാന്നറിയോ? ടൊവിനോ തോമസ്, കേരളത്തിലെ ഒരു സിനിമാ നടൻ. ടൊവിനോ തോമസ് വിളിച്ചതിന് ഗുണമുണ്ടായി. അദ്ദേഹത്തിന്റെ റേഷൻ കാർഡ് ഇപ്പോൾ BPL ആയി കൊടുത്തു. ലൈഫ് പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ നാടകവുമായി മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, വിധവാ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, കർഷക തൊഴിലാളി പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലിയില്ല, ആത്മഹത്യ പെരുകുന്നു, കടബാധ്യത പെരുകുന്നു, കൊള്ളപ്പലിശക്കാർ നാട് മുച്ചൂട് മുടിക്കുന്നു. ഇത്തരത്തിൽ കേരളത്തിന്റെ സർവ്വ മേഖലയും തകർത്ത് തരിപ്പണമാക്കി. ആരോഗ്യ പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന സാഹചര്യം, യുവാക്കളും കുട്ടികളും തെരുവിലിറങ്ങുന്ന സാഹചര്യം, പണമുള്ളവൻ പഠിക്കട്ടെ അല്ലാത്തവൻ കിളക്കട്ടെ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖല. ഇവിടെയാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതിനെ തിരിച്ചറിയും. കോടികൾ നൽകി PR വർക്ക് കൊണ്ട് വികൃതമായ മുഖം വീണ്ടും സുന്ദരമാക്കി മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട CM കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടി. ബാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം.